മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ശാരിക, നിങ്ങളിത് അർഹിക്കുന്നു. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഇനി അതിന്റെ കാരണം പറയണേ, റീസൺ വ്യക്തമാക്കാതെ നേരല്ലേ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ ഉറക്കം വരുന്നു. ഇന്നലെ ഞാനും ശാരികയും കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ ശാരികയോട് ചോദിച്ചു, ശാരിക എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ശാരിക പറഞ്ഞു, ഹോട്ട് സീറ്റിൽ ആങ്കർ ആയിട്ട് ഇന്റർവ്യൂവർ ആണെന്ന് ഒക്കെ പറഞ്ഞു. ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശാരിക പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം വരുന്ന ആളും ശാരികയും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ ഷോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മലയാളി ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്ര നാള് ശാരിക എന്ന ആങ്കർ മലയാളി ഓഡിയൻസിനെ ആയിരുന്നു. ശാരിക എന്ന് പറയുന്ന ഒരാൾക്ക് വ്യക്തിത്വമോ നിലപാടോ ഇല്ല എന്ന് ഞാൻ ആ നിമിഷം ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. അത് എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ